ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാഷ് മെമ്മറിയുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊസസ്സർ, ഏത് കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സർ ആയിക്കോട്ടെ, വുഡ് ബി കണ്ടിന്യൂസ്ലി ഫെച്ചിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ ദ മെയിൻ മെമ്മറി. ഇൻസ്ട്രക്ഷൻസ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? മെയിൻ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പ്രൊസസ്സർ ഓരോ പ്രാവശ്യം ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് എല്ലാ കമ്പ്യൂട്ടറിലും സംഭവിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ തന്നെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ പ്രൊസസ്സറിൽ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ റിസൾട്ട് വീണ്ടും നമുക്ക് ഈ ഒരു മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ, കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ പ്രൊസസ്സർ ആൻഡ് മെമ്മറി ഉണ്ട്. അതാണ് മെയിനായിട്ടൊരു എല്ലാ കമ്പ്യൂട്ടറിലും നടക്കുന്നത്. അതായത് ഫെച്ച് ചെയ്യാനും ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിലേക്ക് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതായത് ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. However, it is a technological improvement which generated requirement of introducing another type of storage device between the processor and main memory. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് ഒരു സ്റ്റോറേജ് ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതാണ് ക്യാഷ് മെമ്മറി. അതായത് പ്രൊസസ്സറിൻ്റെ മെയിൻ മെമ്മറിയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്യാഷ് ഇൻട്രൊഡക്ഷൻ. ക്യാഷ് എങ്ങനെയാണ് വന്നത്? അതായത് ഈ പ്രൊസസ്സറിൻ്റെ മെയിൻ മെമ്മറിയുടെ ഇടയിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് എങ്ങനെയാണ് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ആയതെന്ന് നോക്കാം. As far as technological improvements are concerned, it is needless to mention that both processor and memory devices have shared it equally. അപ്പോൾ ഈ പ്രൊസസ്സർ മെമ്മറി ഡിവൈസും പറയുകയാണെങ്കിൽ ആ ഷെയറിങ് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഹൗവർ ഇൻ ദ കേസ് ഓഫ് പ്രൊസസ്സർ ദ ബസ് വേർഡ് ഈസ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രൊസസ്സറിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ആവശ്യം എന്താണ്? ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ആണ്. അത് എത്ര സ്പീഡ് കൂട്ടാൻ പറ്റും അത്ര സ്പീഡ് കൂട്ടുക, പ്രോസസ്സിങ് കൂട്ടുക. അതാണ് ഫാസ്റ്റർ എന്നുള്ളതാണ് ഈ ഒരു പ്രൊസസ്സറിൻ്റെ ബസ് വേർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം അത് ഡെവലപ്പ് ചെയ്തിട്ട് ഫാസ്റ്റർ പ്രൊസസ്സർ വിത്ത് ലാർജർ ബാൻഡ് വിഡ്ത്ത് ആക്കും. അപ്പോൾ മോർ നമ്പർ ഓഫ് ബിറ്റ് ക്രഞ്ചിങ് പെർ യൂണിറ്റ് ടൈം, അതായത് കൂടുതൽ പ്രോസസ്സിങ് പെർ യൂണിറ്റ് ടൈമിൽ നടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പോണത്. ഇനി മെമ്മറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് മെമ്മറീസ് ആർ ഓൾസോ ബിക്കമിങ് ലാർജർ ആൻഡ് ലാർജർ. മെമ്മറിയുടെ ബസ് വേർഡ് എന്താ വെച്ചാൽ മോർ ആൻഡ് മോറാ, കൂടുതൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ സ്റ്റോറേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അതായത് ഇനീഷ്യൽ സൈസ് ഓഫ് മെയിൻ മെമ്മറി ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് ബിറ്റ്സ് ആണ് അത് സ്റ്റോർ ചെയ്ത് തരുന്നുള്ളത്. പിന്നെ അത് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഫ്യൂ കിലോ ബൈറ്റ്സ് ആക്കി, പിന്നെ മെഗാബൈറ്റ്സ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അത് ജിഗാബൈറ്റ്സും അങ്ങനെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കേസിലെ ബസ് വേർഡും ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്ററും, മെമ്മറിയുടെ കേസിൽ അത് മോർ ആൻഡ് മോർ ആണ്. However, both achievements are made possible because of improvement in same technology of packing more transistor within the silicon wafer. അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മൾ അച്ചീവ് ചെയ്ത് എന്താ വെച്ചാൽ ഒറ്റ സിലിക്കൺ വെഫറിൽ തന്നെ കൂടുതൽ ട്രാൻസിസ്റ്ററിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാക്കിംഗ് മോർ ആൻഡ് മോർ ട്രാൻസിസ്റ്റർ വിത്തിൻ എ സിലിക്കൺ വെഫറിലേക്ക് കൂടുതൽ ട്രാൻസിസ്റ്റർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രൊസസ്സറിൻ്റെ കേസിൽ സ്പീഡും മെമ്മറിയുടെ കേസിൽ കൂടുതൽ ഡാറ്റയും സ്റ്റോർ ചെയ്തത്. This technological improvement of packing more number of transistors within wafer had not been able to make the memory work faster so far. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രൊസസ്സർ ആൻഡ് ദ മെമ്മറിയാണ്. അത് ഫാസ്റ്റർ ആക്കാൻ ഈ ഒരു രണ്ട് ഡെവലപ്മെൻറ്റ് അച്ചീവ്മെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് പ്രൊസസ്സറിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നുണ്ട്, അതേസമയം മെമ്മറിയുടെ കപ്പാസിറ്റിയും കൂട്ടുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഫാസ്റ്റർ ആക്കാൻ പറ്റിയിട്ടില്ല. മെയിൻലി 2 types ഓഫ് റാം ആണ് നമ്മൾ പ്രൈമറി ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നമുക്കറിയാം സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും ആണ് യൂസ് ചെയ്തത്, എസ് റാമും ഡി റാമും. അതിൽ സ്റ്റാറ്റിക് റാമിന് അസസ് ടൈം ഓഫ് സ്റ്റാറ്റിക് റാം ലെസ്സാന്നും അറിയാം, ഡൈനാമിക് റാം കൂടുതലാണെന്നും അറിയാം, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഡി റാമിൻ്റെ കേസിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എസ് റാം. എസ് റാമിൻ്റെനേക്കാൾ കുറവ് സർക്യൂട്ടറിയാണ് ഡി റാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവ് ഡി റാമിനാണ്. അതെന്താ കാരണം വെച്ചാൽ 6.5 dozen of transistor for
every bit of any SRAM. ഒരു SRAM-ന് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ 6 ട്രാൻസിസ്റ്റർ വേണം, അല്ലെങ്കിൽ ഹാഫ് എ ഡസൻ ഓഫ് ട്രാൻസിസ്റ്റർ വേണം. പക്ഷേ DRAM-ന്റെ കേസിൽ 1 ട്രാൻസിസ്റ്റർ ആൻഡ് എ ടൈനി കപ്പാസിറ്റർ ആണ് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പെർ ഈച്ച് ബിറ്റ് വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് കൂടുതൽ ഏതിനാണ് വരിക? സ്പീഡ് SRAM-നാണെങ്കിലും കോസ്റ്റ് കൂടുതൽ SRAM-നാണ്. അപ്പോൾ DRAM-നാണ് ഒരു ട്രാൻസിസ്റ്റർ ഒരു ടൈനി കപ്പാസിറ്റർ ഉള്ളൂ, അതുകൊണ്ട് കോസ്റ്റ് കുറയുക അതിനാണ്, പക്ഷെ സ്പീഡ് കുറയും. As the size of any silicon wafer is directly proportional to the number of transistors it is accommodate, DRAM offers much more storage area as compared with SRAM. അപ്പോൾ കൂടുതൽ സ്റ്റോറേജ് ഏരിയ ഒരു സെയിം വെഫർ എടുക്കുകയാണെങ്കിൽ ആ വെഫറിൽ നമുക്ക് DRAM-ൽ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ഒരു കപ്പാസിറ്റർ മതി. അതുകൊണ്ട് കൂടുതൽ DRAM-ന്റെ സെൽസ് ഇൻകോപ്പറേറ്റ് ചെയ്യുക. SRAM-ന് പക്ഷേ 6 ട്രാൻസിസ്റ്റർ ആവശ്യമുണ്ട്, അപ്പോൾ അത്രയും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മോർ സ്റ്റോറേജ് ഏരിയ കൊടുക്കാൻ പറ്റുക DRAM ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടാണ്. ഇതാണ് SRAM 1 2 3 4 5 6 ട്രാൻസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്താലാണ് ഒരു SRAM ആവുള്ളൂ. പക്ഷെ ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് DRAM സെല്ല് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഗേറ്റും ക്രോസ് കണക്ട് ചെയ്തിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് മോഡൽ കണക്ട് ചെയ്തേക്കാണ്. ഇത് പിന്നെ കൺട്രോൾ ലൈൻസും അഡ്രസ് ലൈൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. Therefore, the general trend of designing was to incorporate DRAM. അപ്പോൾ ഈ രണ്ട് ഫിഗർ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം DRAM-ന് കുറച്ച് ഏരിയ മതി. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്തായിരിക്കും? DRAM വെച്ചിട്ട് മെയിൻ മെമ്മറി ഫാബ്രിക്കേറ്റ് ചെയ്യാനാണ്. കാരണം അത് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷനാണ്. പക്ഷേ it did not took long time for designer to realize that the increase of speed of improved version of processor is being underutilized. അതായത് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടും ഈ ഒരു ടെക്നോളജി ഇംപ്രൂവ്മെന്റ് കൊണ്ടും പ്രൊസസ്സറിന്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. ആ സ്പീഡ് കൂടിയത് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം DRAM ആണ് അപ്പുറത്ത് മെമ്മറിയിലുള്ളത്. മെമ്മറി ഫാബ്രിക്കേറ്റ് അല്ലെങ്കിൽ മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത DRAM ആണ്. അതിന് സ്പീഡ് കുറവാണ്. അപ്പോൾ ഇവിടെ പ്രൊസസ്സർ സ്പീഡായിട്ട് കാര്യമില്ല, മെയിൻ മെമ്മറി DRAM ആയതുകൊണ്ട് അത് സ്ലോ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രൊസസ്സറിൽ നിന്ന് ഒരു ഫെച്ച് കമാൻഡ് DRAM-ലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ now the improved faster processor is forced to generate several wait state. അപ്പോൾ കുറച്ച് വെയിറ്റ് സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ വെയിറ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരികയാണ്. കാരണം DRAM-ന്ന് അത് ഫെച്ച് ചെയ്ത് വരാനും ഡാറ്റ കിട്ടാനും സമയം എടുക്കുന്നതുകൊണ്ട് വെയിറ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് കീപ്പ് ഓൺ വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊസസ്സർ നല്ല ഫാസ്റ്റർ ആക്കിയാലും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ആസ് ഇഫ് എ ബുള്ളോക്ക് cart is attached with a Mercedes Benz and allowed to proceed through a national highway. ഒരു ബുള്ളക്ക് കാർട്ട് ഒരു മെഴ്സിഡസ് ബെൻസിലേക്ക് കണക്ട് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. One way to solve this problem was to replace DRAM by SRAM. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, DRAM ഉള്ളിടത്തൊക്കെ SRAM ആക്കിയാൽ മതി. പക്ഷെ എന്താണ്, ഒരു എക്സ്പേർട്സ് ഒന്നും അത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം the expert did not consider it to be a comfortable solution as it would increase the expense to a considerable extent. ഒരു ട്രാൻസിസ്റ്റർ കപ്പാസിറ്ററിന് പകരം 6 ട്രാൻസിസ്റ്ററിന് ഒരു ബിറ്റ് സേവ് ചെയ്യാൻ. അപ്പം ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് നന്നായിട്ട് കൂട്ടും. However, the idea persisted and was considered to be effective in another form. അപ്പോൾ വേറൊരു ഫോമിൽ ഇതിനെ സോൾവ് ആക്കുന്നുണ്ട്. ആ സോൾവ് ആക്കുന്നതാണ് ഇതിലേക്കാണ് നമ്മൾ ക്യാഷിൻ്റെ ഐഡിയ എത്തുന്നത്. അപ്പോൾ ദ ഐഡിയ ഓഫ് ക്യാഷ് എങ്ങനെ നോക്കാം. അപ്പോൾ അതായത് ക്ലോസ് സ്ക്രൂട്ടിനി നടത്തിയപ്പോൾ, അതായത് എക്സിക്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കാര്യമായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ മനസ്സിലാവുന്നത് ഇൻ ജനറൽ ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പ്രോഗ്രാം ഇസ് എക്സിക്യൂട്ടഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ ദ പ്രൊസസർ ഫോർ ദ മോസ്റ്റ് ഓഫ് ദ എക്സിക്യൂഷൻ ടൈം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പ്രോഗ്രാം ആണ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫാക്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോഴാണ് as long as the iteration is not complete, the processor is forced to fetch and execute same group of instruction and again. അപ്പോൾ ഈ ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പ്രോഗ്രാം ഒരു പ്രാവശ്യം ഫെച്ച് ചെയ്ത് വീണ്ടും മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് അങ്ങനെ മെമ്മറിയിൽ നിന്ന് കൂടുതൽ ടൈം ഫെച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം, അതായത് ഈ കൂടുതൽ എപ്പോഴെപ്പോഴും ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇൻ അതർ വേർഡ്സ്, ഫ്രം എ സ്മോളർ മെമ്മറി ഏരിയ
The processor fetches instructions again and again for some time till the iteration is complete. അപ്പോൾ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വരുന്നത്. അതായത് ആ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒരു സ്മോൾ ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഫെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐറ്ററേഷൻ എത്ര സമയം ആവശ്യമുണ്ട് അത്രയും പ്രാവശ്യം ഈ ഒരു അടുത്തുള്ള സ്മോൾ മെമ്മറിയിൽ ഇതിലേക്ക് മാറ്റുക എന്നതാണ് ഐഡിയയാണ് വരുന്നത്. So the experts pointed out, why not provide a small size SRAM to store only those few instructions? ആ ചെറിയ സ്മോൾ സൈസ് മെമ്മറി എന്ന് പറയുന്നത് SRAM കൊണ്ട് ആക്കുകയാണെങ്കിൽ ആ ഒരു ഫ്യൂ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു SRAM സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്നതാണ് ഐഡിയ വന്നത്. It is this idea that evolved as the concept of providing a cache memory for the processor. അപ്പം അങ്ങനെയാണ് പ്രൊസസറിനകത്തൊരു ക്യാഷ് മെമ്മറി, അതായത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പ്രൊസസറിൻ്റെ ഔട്ട്സൈഡ് ആണ്. അപ്പോൾ പ്രൊസസറിൻ്റെ അകത്തൊരു ക്യാഷ് മെമ്മറി എന്നുള്ളൊരു ഐഡിയ വന്നത്. അതിലേക്ക് എപ്പോഴും കൂടുതൽ ടൈം എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഈ ഒരു ടൈം കൺസ്യൂമിങ് കുറക്കാൻ പറ്റും. ക്യാഷ് മീൻസ് ഹൈഡിങ് പ്ലേസ് ആണ്, where the future provisions are stored. അപ്പോൾ ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ സേവ് ചെയ്യാനുള്ള ഒരു ഹൈഡിങ് പ്ലേസ് ആണ്. അതാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഹൈഡിങ് പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ശരിക്കും പ്രൊസസ്സറും ഈ ഒരു മെയിൻ മെമ്മറിയും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അതിന് പകരം അതിനേക്കാൾ അടുത്തായിട്ട് ക്യാഷ് മെമ്മറി പ്രൊവൈഡ് ചെയ്ത് ഒരു ക്യാഷ് കൺട്രോളറും കൊണ്ട് അപ്പം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ക്യാഷ് മെമ്മറിയിൽ നിന്ന് അഡ്രസ്സ് വെച്ചിട്ട് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ, അതായത് കമ്മ്യൂണിക്കേഷൻ between processor and main memory can be made in a effective manner ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഫിഗർ നമ്മൾ കണ്ടതാണ്. ഇനി അതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കേസ് എടുക്കുക, അത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള അഡ്രസ്സ് നമ്മൾ ഇവിടെ ചെയ്യും, ബസ്സിൽ കൂടെ അതിൻ്റെ ആ അടുത്ത ഇൻസ്ട്രക്ഷനുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്ത്. അപ്പം നോർമൽ പ്രാക്ടീസ് എങ്ങനെ വെച്ചാൽ ആസ് എ നോർമൽ പ്രാക്ടീസ് ഈ ക്യാഷ് കൺട്രോളർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇപ്പം അയച്ച ഈ അഡ്രസ്സ് ഉണ്ട്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ട്, ഈ അഡ്രസ്സ് ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് നോക്കും. അതായത് ചെക്ക് വെദർ ഇറ്റ് ഈസ് വിത്തിൻ ദ ക്യാഷ് ഓർ നോട്ട് ബൈ വെരിഫൈങ് ദ റിസീവ്ഡ് അഡ്രസ്സ്. അപ്പം മുന്നേ റിസീവ് ചെയ്ത അഡ്രസ്സുകൾ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അഡ്രസ്സ് ഇപ്പോൾ തന്നിട്ടുള്ള അഡ്രസ്സും കൂടി കമ്പയർ ചെയ്തിട്ട് അത് അവിടെ അവൈലബിൾ ആണോ നോക്കും. അവൈലബിൾ അല്ലെങ്കിൽ അഡ്രസ്സ് റിലീസ് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ആ കോഡ് ബൈറ്റ് ഫെച്ച് ചെയ്യും. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് തന്നെ സാധാ പ്രോസസ്സ് തന്നെ നടക്കുക. പക്ഷെ അഡ്രസ്സ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ മെയിൻ മെമ്മറീനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ആ ഒരു ഡാറ്റ പ്രോസസ്സറിലേക്ക് മൂവ് ചെയ്യും. ഇനി ഈ കോഡ് ബൈറ്റ് ഇല്ലാതെ അത് note that these code bytes are also passed through the cache controller and as they are not ready available within the cache. ക്യാഷിൽ ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാലും ക്യാഷ് കൺട്രോളർ അതിനെ സ്റ്റോർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ക്യാഷ് കൺട്രോളർ സ്റ്റോർസ് ദോസ് കോഡ് ബൈറ്റ് വിത്തിൻ ദ ക്യാഷ് ഫോർ ഫ്യൂച്ചർ യൂസേജ്. ഭാവിയിലുള്ള ഇനി അങ്ങനത്തെ ഒരു അഡ്രസ്സ് യൂസിങ്ങിന് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ക്യാഷ് കൺട്രോളർ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇനി ഭാവിയിൽ അത് ഈ ഒരു പ്രോഗ്രാമിൽ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇനി മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കാതെ ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. Therefore, when the same instruction is required by process, cache controller directly save it to the processor without disturbing the main memory and thus saving the processing time. Therefore, if a group of instructions are required by the processor, for example 10 times വേണമെന്ന് വിചാരിക്കുക ഒരു ഇൻസ്ട്രക്ഷൻ, the first time it will be fetch ചെയ്യുക, മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന സമയത്ത് അതിന് ആ നോർമൽ ടൈം തന്നെയാണ് വരിക. ബാക്കിയുള്ള ആ സമയത്ത് തന്നെ അത് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ബാക്കി 9 ടൈംസിലും ക്യാഷ് മെമ്മറി വുഡ് സപ്ലൈ ടു ദ പ്രൊസസർ കൺസ്യൂമിങ് മച്ച് ലെസ് ടൈം ആസ് ക്യാഷ് ഹാസ് ഓൾറെഡി സ്റ്റോർഡ് ഇറ്റ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫെച്ച്. അപ്പോൾ ഇതാണ് ഫിഗറിൽ വരുമ്പോൾ പ്രൊസസ്സർ ആ അഡ്രസ്സ് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ക്യാഷ് മെമ്മറിയിലേക്ക് കൊടുക്കണ ഈ കൺട്രോളറിലേക്കും പോകുന്നുണ്ട്. ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾറെഡി അത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ആ ഡാറ്റ പ്രൊസസ്സറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്യുകയും ചെയ്യും. ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് ഫെച്ച് ചെയ്യും. ഇവിടുന്ന് ഫെച്ച് ചെയ്യുന്നതോട് കൂടെ അത് ഈ ക്യാഷ് മെമ്മറിയിൽ കൂടെ
സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഈ സെയിം ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നാൽ അത് ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻസ്ട്രക്ഷൻ ക്യാഷും ഡാറ്റ ക്യാഷും ആണ്. അതായത് ഏർലിയർ സ്റ്റേജിലും ഈ ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ടൈമിൽ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനും സെയിം ക്യാഷ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. They was designated as common cache ആയിട്ടാണ് അല്ലെങ്കിൽ യൂണിഫൈഡ് ക്യാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സംതിങ് സിമിലർ ടു ദ ലൈൻ ഓഫ് പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ ആണ്. അതായത് ഡാറ്റ ആൻഡ് പ്രോഗ്രാം ആർ നോട്ട് ഡിസ്റ്റിങ്വിഷ്ഡ്. ഡാറ്റ ഏതാണ് പ്രോഗ്രാം എന്താണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാതെ ഒരു സിംഗിൾ കോമൺ ക്യാഷിൽ അല്ലെങ്കിൽ യൂണിഫൈഡ് ക്യാഷിലാണ് സ്റ്റോർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഡെവലപ്മെന്റ് ഒക്കെ ആയതിനു ശേഷം ഡിസൈനർ സ്റ്റാർട്ടഡ് അലോട്ടിങ് സെപ്പറേറ്റ് ക്യാഷ് ആണ് ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും. അതായത് ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ പോലെ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും ഡിഫറെൻ്റ് ആണല്ലോ. അതേപോലെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് പുതിയ ഡിസൈനിൽ വരുന്നത്. ദിസ് വാസ് ഡെസിഗ്നേറ്റഡ് ആസ് സ്പ്ലിറ്റ് ക്യാഷ്. This was designated split cache and two separate caches were designated as instruction cache and data cache to indicate their purpose. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ ക്യാഷിന് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനും ഡാറ്റ ക്യാഷിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടു സെപ്പറേറ്റ് ക്യാഷ് ആക്കിയിട്ടുണ്ട്. യൂണിഫൈഡ് എന്ന് അത് സ്പ്ലിറ്റ് ക്യാഷ് ആക്കി മാറ്റിയിട്ടുണ്ട്. Although unified cache uses its memory space more effectively, യൂണിഫൈഡും കുഴപ്പമില്ലാതെ തന്നെ യൂസ് ചെയ്യുന്നത്. That is, in either case of more instruction and less data or less instruction more data, it has an inbuilt deficiency of denying the instruction storage area on the pretext of storing data. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ അടുത്ത ഇതിനെ ഇൻസ്ട്രക്ഷൻ ഡിനേ ചെയ്യും. ആസ് ദ കമ്പ്യൂട്ടേഷൻ റിസൾട്ട് മസ്റ്റ് ബി ഇമീഡിയറ്റ്ലി സ്റ്റോർഡ്. അതായത് കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള റിസൾട്ട് പെട്ടെന്ന് സ്റ്റോർ ചെയ്യേണ്ട കാരണം when the cache is full ആയിട്ടുണ്ടെങ്കിൽ in unified cache mechanism the cache controller will delete some instruction by overwriting data in the space. അപ്പോൾ ഓവർറൈറ്റിംഗ് നടക്കുന്നുണ്ട് ഈ യൂണിഫൈഡ് ക്യാഷിൽ. അപ്പോൾ എ സ്പ്ലിറ്റ് ക്യാഷ് ഈസ് ഫ്രീ ഫ്രം ദിസ് സിൻഡ്രോം. ഈ സ്പ്ലിറ്റ് ക്യാഷയിൽ ഈ ഒരു ഓവർറൈറ്റിംഗ് നടക്കുന്നില്ല, ബട്ട് ദ എക്സ്പെൻസ് ഓഫ് അണ്ടർ യൂട്ടിലൈസിങ് ഇറ്റ് സ്പേസ്. Even if there is a storage space on the other's cache, അതായത് ഇൻസ്ട്രക്ഷൻ ക്യാഷ് അല്ലെങ്കിൽ ഡാറ്റ ക്യാഷിൽ സ്പേസ് ഉണ്ടെങ്കിലും it cannot be utilized if there is a shortage of storage space from this side. അപ്പോൾ ക്യാഷ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നിടത്ത് അവിടെ ഒഴിവുണ്ടെങ്കിലും പക്ഷെ ഡാറ്റ ആണെങ്കിൽ അത് ഡാറ്റ ക്യാഷിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ക്യാഷിൽ തന്നെയാണ് അത് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ലെവൽ ഓഫ് ക്യാഷ്. ലെവൽ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന സംഭവമാണ്. അതായത് പ്രസന്റ് ഡിസൈൻ ട്രെൻഡ്സിൽ ഈ ഒരു ക്യാഷിനെ ഡിഫറെൻറ്റ് ലെവൽസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒപ്റ്റിമം പെർഫോമൻസിന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒപ്റ്റിമം പെർഫോമൻസിന് ക്യാഷിനെ പല ലെവൽസ് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോസസ്സറിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ L1 അല്ലെങ്കിൽ ലെവൽ 1 ക്യാഷ് എന്ന് പറയും. ഇൻ ജനറൽ ലെവൽ 1 ക്യാഷ് ഈസ് പാർട്ട് ഓഫ് CPU. സി പി യു ഉള്ള വെഫറിൻ്റെ സെയിം വെഫറിലാണ് L1 ക്യാഷ് ഉള്ളത്. ഇറ്റ് വർക്ക്സ് വിത്ത് സെയിം ക്ലോക്ക് സ്പീഡാണ്. ആ പ്രൊസസ്സറിൻ്റെ ക്ലോക്ക് സ്പീഡ് തന്നെയാണ് ഈ L1ൻ്റെ ക്ലോക്കും. ഡ്യൂ ടു ഇറ്റ്സ് പ്രോക്സിമിറ്റി വിത്ത് പ്രൊസസ്സർ ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ടു ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത്. പ്രൊസസ്സറിന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും അടുത്തായതുകൊണ്ട്. Therefore, L1 cache might be assumed as very much similar to the processor on register set, considering its assistant. അപ്പോൾ പ്രൊസസ്സറിനകത്തുള്ള രജിസ്റ്ററിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ സ്പീഡിൽ തന്നെ L1 ക്യാഷിനേറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. However, there is always a limitation in size. കാരണം ഒരു വെഫറിനകത്ത് തന്നെയാണ് CPU അതിൻ്റെ രജിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത്. ആ സെയിം വെഫറിലാണ് ഈ L1 ക്യാഷ്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അടുത്ത ടൈപ്പാണ് ലെവൽ 2 അല്ലെങ്കിൽ L2. ഇത് ആ സെയിം പാക്കേജിലാണ്, പക്ഷെ എന്താണ് സെപ്പറേറ്റ് വെഫറിലാണ്. അപ്പോൾ ആ സെയിം സെപ്പറേറ്റ് വെഫർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് L2 ക്യാഷിന്
ഒന്നും കൂടെ കൂടുതൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ആൻഡ് കൺസ്യൂംസ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ടൈം ഫോർ കമ്മ്യൂണിക്കേഷൻ. ഏകദേശം ഐഡന്റിക്കൽ ആണ്, എന്നാലും L1 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ L2 കൂടുതൽ ടൈം വേണ്ടി വരും, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബോത്ത് L1 ആൻഡ് L2 caches ആർ ഡെസിഗ്നേറ്റഡ് ആസ് പ്രൈമറി ക്യാഷ് എന്നാണ് പറയുന്നത്. പ്രൈമറി ക്യാഷ് ആണ് L1 L2. L3 എന്ന് പറയുന്നത് പ്രൊസസറിന്റെ പാക്കേജിന്റെ പുറത്താണ്, ഔട്ട്സൈഡ് ദ പ്രൊസസർ പാക്കേജ് ആണ്. പക്ഷെ അതിന് എന്താ പ്രത്യേകത വെച്ചാൽ the affordable size is more ആണ്. അതായത് L1 L2 കമ്പയർ ചെയ്യുമ്പോൾ അത് പ്രൊസസറിന്റെ പാർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്, കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെ, പക്ഷെ മോർ ടൈം ടു ബി കമ്മ്യൂണിക്കേറ്റ് ആസ് കമ്പയർഡ് ടു L1 ആൻഡ് L2. L1 L2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം വേണ്ടി വരും. അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന L3 ക്യാഷിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സെക്കൻഡറി ക്യാഷ് എന്നാണ്. അതിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്, ക്യാഷ് ഹിറ്റും ഹിറ്റ് റേറ്റും. അതായത് ഒരു ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ വിച്ച് ഇസ് കറന്റ്ലി നെസസറി ബൈ ദ പ്രൊസസർ, ഒരു പ്രൊസസറിന് എപ്പോഴും ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ വേണം. ആ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യമുള്ള ഡാറ്റ ഇസ് അവൈലബിൾ വിത്ത് ദ ക്യാഷിൽ ഉണ്ടെങ്കിൽ, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ട ക്യാഷിൽ തന്നെ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ടേക്കൻ ആസ് ക്യാഷ് ഹിറ്റ്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് ക്യാഷ് ഹിറ്റ് ആയിട്ടാണ് എടുക്കുക. അതായത് ഇപ്പോൾ ആവശ്യമുള്ള കറന്റ്ലി ആവശ്യമുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ക്യാഷ് വി ടേക്ക് ഇറ്റ് ആസ് ക്യാഷ് ഹിറ്റ്. ഇനി അതില്ലെങ്കിലോ ഇഫ് നോട്ട് അവൈലബിൾ അതിന് പറയുന്നതാണ് ക്യാഷ് മിസ് എന്ന് പറയുന്നത്. ഇനി ദ നമ്പർ ഓഫ് സച്ച് ക്യാഷ് ഹിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഹിറ്റ് എന്താന്ന് പറഞ്ഞ് ഹിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എത്ര ക്യാഷ് ഹിറ്റ് ഉണ്ട് അതിനെ പെർസെൻറ്റേജിൽ 100ൽ എത്ര എന്നുള്ളതിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 50 ഇൻസ്ട്രക്ഷൻ ഉള്ളതിൽ CPU ആവശ്യമുണ്ട്, അതിൽ 40 ഇൻസ്ട്രക്ഷനും ഈ സപ്ലൈഡ് ബൈ ക്യാഷിൽ നിന്ന് സപ്ലൈ ചെയ്ത് വെച്ചെങ്കിൽ ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണാം, 40 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അപ്പോൾ 80%. അപ്പോൾ ഇതിൻ്റെ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 80%. അതായത് 50 ഇൻസ്ട്രക്ഷനിൽ 40 ഇൻസ്ട്രക്ഷനും ക്യാഷിന് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 80% ആണ്. ഇപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ ആവറേജ് ഹിറ്റ് റേറ്റ് 90യുടെ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ സ്പീഡ് അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുവിധം ആ ഒരു ഡിലേ പ്രൊസസർ ടു മെയിൻ മെമ്മറി കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ്, ഈ ഒരു ക്യാഷിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടെ അത് ഫാസ്റ്റ് ആവുന്നുണ്ട്. ഇനി സ്റ്റോറിങ്, ക്യാഷിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണത്, റിസൾട്ട് സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു whenever any result of some computation to be stored in the main memory, നമുക്കൊരു കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യണം മെയിൻ മെമ്മറിയിലെങ്കിൽ വൺ ഓഫ് ദ 2 മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ത്രൂ ആണ്. റൈറ്റ് ത്രൂ മെത്തേഡിൽ ഈ ഒരു ക്യാഷ് മെമ്മറിയും മെയിൻ മെമ്മറിയും അപ്ഡേറ്റ് ചെയ്യും, ഈ ഒരു റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യില്ല, ക്യാഷിൽ അത് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും, ഇമീഡിയറ്റ്ലി അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ മെയിൻ മെമ്മറിയിൽ അത് പിന്നീടാണ് അപ്ഡേറ്റ്, ലേറ്റർ സ്റ്റേജിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ബാക്ക്. രണ്ട് കേസായാലും റിലേറ്റഡ് വിത്ത് സ്ട്രോങ് കമ്പ്യൂട്ടഡ് റിസൾട്ടിൻ്റെ കേസാണ്. To maintain the correlation between the main memory and cache, a cache directory is maintained by the cache controller. അപ്പോൾ ഇത് ഒരു കോറിലേഷൻ വേണം, ഇതിന് മെയിൻ മെമ്മറിയും ക്യാഷും തമ്മിൽ ഒരു കോറിലേഷൻ വേണം. ഈ കോറിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ ക്യാഷ് കൺട്രോളറിൽ. അപ്പോൾ ക്യാഷ് കൺട്രോളറിൽ അഡീഷണൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട് to keep the track of which portion of the main memory content is presently occupying certain area of cache. അപ്പോൾ അതായത് മെയിൻ മെമ്മറിയുടെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് ഏത് ഭാഗത്താണ് കണ്ടന്റ് ഈസ് പ്രസന്റ്ലി ഓക്യുപ്പൈങ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഡയറക്ടറി ക്യാഷ് കൺട്രോളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് അഡീഷണൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഈ ഒരു കോറിലേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ദ വേ ദിസ് കോറിലേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ഈസ് നോൺ ആസ് മാപ്പിംഗ്. ഈ മാപ്പിംഗ് 3 ടൈപ്പ് ഉണ്ട്. അതാണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ്, സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് ആൻഡ് ഫുൾ അസോസിയേറ്റീവ് ക്യാഷ്. 3 ടൈപ്പ് മാപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. ഡയറക്റ്റ് മാപ്പ് ക്യാഷ്, സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് ആൻഡ് ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ്. അപ്പോൾ നമുക്കതിൽ ഈ ഒരു അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യാം.